بسم الله الرحمن الرحيم ولقد آتينا بني إسرائيل الكتاب والحكم والنبوة ورزقناهم من الطيبات وفضلناهم على العالمين وآتيناهم بينات من الأمر فما اختلفوا إلا من بعد ما جاءهم العلم بغيا بينهم إن ربك يقضي بينهم يوم القيامة فيما كانوا فيه يختلفون ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഏറ്റവും ബഹുമാന്യരായ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൂറത്തുൽ ജാസിയയിലെ 16-17 സൂക്തങ്ങളാണ് ഇന്ന് വിശദീകരിക്കപ്പെടുന്നത്. വലഖദ് ആത്തൈന, നിശ്ചയമായും നാം നൽകിയിരിക്കുന്നു, ബനി ഇസ്രായേൽ, ഇസ്രായേൽ മക്കൾക്ക്, അൽ കിതാബ, വേദഗ്രന്ഥവും, ബൽ ഹുക്മ, അധികാരവും, വൻ നുബുവത്ത, പ്രവാചകത്വവും, വറസഖ്നാഹും, നാം അവർക്ക് വിഭവമായി നൽകി, മിനത്തൊയ്യിബാത്ത്, നല്ല വസ്തുക്കൾ, ഫഫളൽനാഹും, അവർക്ക് നാം ശ്രേഷ്ഠത നൽകി, അലൽ ആലമീൻ, മറ്റു ലോകരേക്കാൾ. ഇസ്രയേൽ സന്തതികൾക്ക് നാം വേദഗ്രന്ഥവും അധികാരവും പ്രവാചകത്വവും നൽകുകയുണ്ടായി. വിശുദ്ധ വസ്തുക്കളിൽ നിന്നും അവർക്ക് നാം ആഹരിക്കാൻ നൽകുകയും ലോകരേക്കാൾ അവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്തു. വ ആത്തൈനാഹും, അവർക്ക് നാം നൽകി, ബയ്യിനാത്തി മിനൽ അമ്ർ, മതകാര്യങ്ങളെ സംബന്ധിച്ച വ്യക്തമായ തെളിവുകൾ. ഫമഖ്തലഫു, അവർ ഭിന്നിച്ചിട്ടില്ല, ഇല്ലാ മിൻ ബഅദി, ശേഷമല്ലാതെ, മാ ജാഹുമുൽ ഇൽമു, അറിവ് അവർക്ക് വന്നെത്തിയതിന്, ബഗിയൻ, പോരുകൊണ്ടാണ്, ബൈനഹും, അവർക്ക് ഇടയിലെ. ഇന്ന റബ്ബക്ക, നിശ്ചയമായും താങ്കളുടെ നാഥൻ, യഖ്ലി ബൈനഹും, അവർക്കിടയിൽ വിധി കൽപ്പിക്കും, യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ, ഫീമാ കാനു ഫീഹി യഖ്തലിഫൂൻ, ഏതൊന്നിലാണോ അവർ ഭിന്നിച്ചിരുന്നത് ആ വിഷയത്തിൽ. അള്ളാഹു മനുഷ്യർക്ക് നൽകിയ ഭൗതികമായ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് ഈ അധ്യായത്തിലെ ആദ്യ സൂക്തങ്ങളിൽ പലയിടത്തും സൂചിപ്പിച്ചത്. ഇവിടെ ആത്മീയ അനുഗ്രഹത്തെയാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. പ്രവാചകൻ, വേദം, ഇതെല്ലാം മഹത്തായ ആത്മീയ അനുഗ്രഹങ്ങളാണ്. വേദത്തെ യഥാവിധി അനുസരിച്ചാൽ, അതിലെ ആശയങ്ങളെ പ്രബോധനം ചെയ്താൽ അവർ ലോകത്തിൻ്റെ സന്മാർഗ നായകരായി മാറും. അങ്ങനെ നായകരായ വിഭാഗമായിരുന്നു ഇസ്രയേലിയർ. എന്നാൽ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം യഥാവിധം നിർവഹിച്ചില്ലെങ്കിൽ ആ നായക പദവി നഷ്ടപ്പെടുകയും ചെയ്യും. അതിനും ഉദാഹരണം ഇസ്രയേലികൾ തന്നെയാണ്. അവർക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിരുന്നു. അതിലൊന്നാമത് പറയുന്നത് അൽ കിതാബ് അഥവാ തൗറാത്ത് നൽകി എന്നാണ്. 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 47-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു, ഇന്ന അൻസൽന തൗറാത്ത്, നിശ്ചയമായും നാം തൗറാത്ത് അവതരിപ്പിച്ചിരിക്കുന്നു, ഫീഹ, അതിലുണ്ട്, ഹുദൻ, സന്മാർഗം, വനൂർ, പ്രകാശം, യഹ്കും ബിഹ, അത് മുഖേന വിധി കൽപ്പിക്കുന്നു, അന്നബിയൂൻ, പ്രവാചകന്മാർ. ഈ ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്, വമല്ലം യഹ്കും ബിമാ അൻസലല്ലാ, ആര് അള്ളാഹു അവതരിപ്പിച്ചത് പ്രകാരം വിധിച്ചില്ലയോ, ഫൗലായിക ഹുമുൽ കാഫിറൂൻ, അവർ കാഫിറുകളാകുന്നു,
സത്യനിഷേധികളാകുന്നു എന്നാണ്. വെളിച്ചമുള്ള തൗറാത്ത്, അള്ളാഹുവിൻ്റെ വിധികളുള്ള തൗറാത്ത്, അത് ഇസ്രയേലിയർക്ക് അള്ളാഹു നൽകിയിരുന്നു. ഇസ്രയേലികൾക്ക് രണ്ടാമത് അള്ളാഹു നൽകിയത്, അൽ കിതാബിന് ശേഷം നൽകിയത്, ഈ സൂക്തത്തിൽ പരാമർശിക്കുന്നത് അൽ ഹുക്മ് അഥവാ വിധിക്കാനുള്ള അധികാരം, ശാസനാധികാരം, അത് നൽകി എന്നാണ്. ഹുക്മ് അഥവാ അധികാരം എന്ന അർത്ഥത്തിലുള്ള ഈ പദം വിശുദ്ധ ഖുർആനിൽ 3 അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, ഹുക്മ് അധികാരം അള്ളാഹുവിന് മാത്രമാണ്. സൂറത്തുൽ അൻആമിലെ 57-ാമത്തെ സൂക്തത്തിലും സൂറത്ത് യൂസുഫിലെ 40-ാമത്തെയും 67-ാമത്തെ സൂക്തത്തിലും ഇതേ പ്രയോഗമുണ്ട്. തത്വജ്ഞാനം, വേദതത്വങ്ങളുടെ പ്രയോഗവൽക്കരണം എന്ന അർത്ഥത്തിലും ഹുക്മിനെ ഉപയോഗിക്കും. പ്രവാചകന്മാരിൽ അധികാരമുള്ള രാജാക്കന്മാരായിരുന്നു ദാവൂദ് അലൈഹിസ്സലാമും സുലൈമാൻ അലൈഹിസ്സലാമും. വെറും ആത്മീയ ആചാര്യന്മാർ മാത്രമല്ല, അവർ അധികാരികളായിരുന്നു, ഭരണാധികാരികളും ജനനായകരും ജനസേവകരുമായിരുന്നു. ഹുക്മ് എന്നതുകൊണ്ട് 3 കാര്യങ്ങൾ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, വേദവിജ്ഞാനമാണ്, വേദത്തെ മനസ്സിലാക്കലാണ്, ദീനിനെ അറിയലാണ്. രണ്ടാമത്തേത്, വേദത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള കഴിവാണ്, തത്വദീക്ഷയാണ്. മൂന്നാമത്തേത്, കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള യോഗ്യതയാണ്. ഇത് 3ഉം ഇസ്രയേലികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്നു. ലോകത്ത് വന്ന പ്രവാചകന്മാരിൽ ഒട്ടേറെ പ്രവാചകന്മാർ ഇസ്രായേൽ സമുദായത്തിൽ നിന്നുള്ളവരായിരുന്നു. ഖുർആനിൽ പേര് പറഞ്ഞ 25 പ്രവാചകന്മാരിൽ കുറേ പ്രവാചകന്മാർ ഇസ്രായേൽ മക്കളാണ്. ഇസ്രായേലികൾക്ക് അള്ളാഹു നൽകിയ പ്രവാചകന്മാരിൽ മൂസ അലൈഹി ഇസ്ലാം ഉൾപ്പെടെ, ഹാറൂൻ അലൈഹി ഇസ്ലാം ഉൾപ്പെടെ ഒട്ടേറെ പ്രവാചകന്മാരുണ്ട്. അതിൽ മൂസ അലൈഹി ഇസ്ലാമിന് തൗറാത്ത് നൽകിയിട്ടുണ്ട്, മന്ന്, സെൽവ പോലുള്ള വിശിഷ്ട വിഭവങ്ങൾ നൽകിയിട്ടുണ്ട്. നൈൽ നദിയുടെയും യൂഫ്രട്ടീസ് നദിയുടെയും തീരത്തെ ഫലഭൂയിഷ്ടമായ മണ്ണ് അവർക്ക് താമസിക്കാൻ നൽകിയിട്ടുണ്ട്. അവർക്ക് ധാരാളം കാർഷിക വിഭവങ്ങൾ ലഭിക്കാൻ കാരണമായത് അവർക്ക് അള്ളാഹു നൽകിയ ആ ഫലഭൂയിഷ്ടമായ മണ്ണായിരുന്നു. അക്കാലത്തെ മറ്റു മനുഷ്യരെക്കാൾ അവർക്ക് അള്ളാഹു ശ്രേഷ്ഠത നൽകി. പ്രവാചകന്മാർ വന്നതും അധികാരം ലഭിച്ചതും കുറേ അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ നൽകിയതും കടൽ പിളർന്നതും മേഘം തണലിട്ടതും അങ്ങനെ എത്രയോ അനുഗ്രഹങ്ങൾ ഇത് മറ്റു സമുദായങ്ങൾക്ക് കിട്ടാത്തവയായിരുന്നു. വിശിഷ്ടമായ വിഭവങ്ങൾ സമൃദ്ധമായി വിളയുന്ന ഫലസ്തീൻ പ്രദേശം ഇസ്രായേലിയർക്ക് വസിക്കാൻ അള്ളാഹു നൽകി. അതൊരു വംശമായതുകൊണ്ട്, ഇസ്രായേലി വംശമായതുകൊണ്ട് കൊടുത്തതല്ല, വേദവാഹകരായതുകൊണ്ട്, വേദത്തെ നടപ്പിലാക്കുന്നവർ ആയതുകൊണ്ട് കൊടുത്തതാണ്. അഥവാ അവർക്ക് അള്ളാഹു നൽകിയ എല്ലാ ഫളിലും ജന്മസിദ്ധമല്ല, കർമ്മസിദ്ധമായിരുന്നു എന്നർത്ഥം. പ്രവർത്തനം കൊണ്ട്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ അവർ പ്രവർത്തിക്കാൻ തയ്യാറായത് കൊണ്ട് കൊടുത്തതാണ്. വ ആത്തൈനാഹും, അവർക്ക് നാം നൽകി, ബയ്യിനാത്തി മിനൽ അംറ്, കാര്യത്തെ സംബന്ധിച്ച വ്യക്തമായ തെളിവുകൾ എന്നാണ് അടുത്ത സൂക്തത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നത്. ഫമഖ്തലഫു ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുൽ ഇൽമു ബഗിയം ബൈനഹും, എന്നാൽ തങ്ങൾക്ക് വ്യക്തമായ അറിവ് വന്ന് കിട്ടിയ ശേഷമാണ് ഈ തെളിവുകൾ ഉണ്ടായിട്ടും അവർ ഭിന്നിച്ചത് എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതിന് കാരണം അവരുടെ ധിക്കാരമാണ്, ബഗിയാണ്, അവരുടെ അതിക്രമമാണ്, അവരുടെ പോരാണ്. ഇന്ന റബ്ബക യഖ്ലി ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, അവരെന്തൊന്നിലാണോ ഭിന്നിച്ചത് ആ വിഷയത്തിൽ റബ്ബ് അന്ത്യനാളിൽ വിധി കൽപ്പിക്കുമെന്നും ഈ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. ബയ്യിനാത്തി മിനൽ അംറ്, സുവ്യക്തമായ നിയമങ്ങൾ നൽകി, സങ്കീർണതകളില്ലാത്ത, കെട്ടിക്കുടുക്കുകളില്ലാത്ത, സംശയങ്ങൾക്കിടയില്ലാത്ത, അവ്യക്തതകളില്ലാത്ത, വളച്ചുകെട്ടില്ലാത്ത ഖണ്ഡിതമായ നിയമങ്ങൾ ഇസ്രായേലിയർക്ക് അള്ളാഹു നൽകിയിരുന്നു. എങ്ങനെയാണ് വേദവിധി നടപ്പിലാക്കേണ്ടത് എന്നതിൻ്റെ വിശദീകരണം അതവർക്ക് നൽകിയിരുന്നു. അതാണ് ശരീഅത്ത്. പിൽക്കാലത്ത് അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാകാൻ ഒരു പഴുതും ആ നിയമങ്ങളിൽ ബാക്കി വച്ചിരുന്നില്ല. എന്നിട്ടും അവർ ഭിന്നിച്ചത് അറിവില്ലായ്മ കൊണ്ടായിരുന്നില്ല, വിവരമില്ലാത്തതിൻ്റെ പേരിലായിരുന്നില്ല. അള്ളാഹു നബിമാരെ അയക്കാതിരുന്നത് കൊണ്ടോ വേദങ്ങൾ അവതരിപ്പിക്കാത്തത് മൂലമോ സത്യവഴി ഏതെന്ന് അറിയാൻ
സ്വന്തമായി മതങ്ങളും ചിന്താരീതികളും ജീവിത പദ്ധതികളും അവരുണ്ടാക്കേണ്ടി വന്നതല്ല, മറിച്ച് അള്ളാഹു അവർക്ക് കൃത്യമായ വഴി നൽകി, പ്രവാചകന്മാരെ നൽകി, വേദങ്ങൾ നൽകി, ശരീഅത്ത് നൽകി, എല്ലാം വ്യക്തമാക്കുന്ന സുവ്യക്ത വിധികൾ നൽകി. എന്നിട്ടും അവർ പുതിയ മതങ്ങളും മാർഗങ്ങളും ഉണ്ടാക്കിയത് അറിവില്ലായ്മ കൊണ്ടല്ല. സാധാരണ മനുഷ്യർ ഭിന്നിപ്പിലും ഭിന്നതയിലും അകപ്പെടുക അറിവില്ലാത്തത് കൊണ്ടാണ്. ഇസ്രയേലിയർ എല്ലാ അറിവും നേടിയിട്ടും ഭിന്നിച്ചത് നേതൃമോഹം കൊണ്ടാണ്, അധികാരക്കൊതി കൊണ്ടാണ്, അസൂയ കൊണ്ടാണ്, അഹങ്കാരം കൊണ്ടാണ്. ഭിന്നിപ്പിൻ്റെ കാരണമാവട്ടെ നല്ല വിചാരങ്ങളായിരുന്നില്ല, സ്വന്തം മികവ് ഉയർത്തിപ്പിടിക്കാനുള്ള മോഹം, തൻ്റെ പതാക ഉയർന്ന് പറക്കണമെന്ന ചിന്ത, മറ്റുള്ളവരോടുള്ള മത്സര ബുദ്ധി, പരസ്പരം തോൽപ്പിക്കാനുള്ള ശ്രമം, സമ്പത്ത് നേടാനുള്ള ആർത്തി, സ്ഥാനമാനങ്ങളോടുള്ള അതിരുവിട്ട പ്രേമം, ഇതിൻ്റെ എല്ലാം ഫലമായിരുന്നു ഇസ്രയേലികൾ ഭിന്നിച്ചത്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ശരിയാം വിധം അവർ ജീവിച്ചിരുന്നുവെങ്കിൽ അവരൊരിക്കലും ഇങ്ങനെ പോരടിക്കുമായിരുന്നില്ല, മേധാവിത്വം കൊതിക്കുമായിരുന്നില്ല. ഭൂമിയിലല്ല, മരണശേഷമുള്ള ജീവിതത്തിലാണ് ഉയർന്ന സ്ഥാനമാനങ്ങൾ നേടേണ്ടത് എന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നുവെങ്കിൽ ഇഹലോകം അവരെ ഇത്രമേൽ സ്വാധീനിക്കുമായിരുന്നില്ല. ഇഹലോകം അവരെ കീഴടക്കിയത് കൊണ്ടാണ് ശരീഅത്ത് അഥവാ രാജപാതയിൽ നിന്നും അവർ അകന്നു പോയത്. കിടമത്സരങ്ങളിൽ അവർ ഉൾപ്പെട്ടത്, വിവിധ വിഭാഗങ്ങളായി തർക്കവിതർക്കങ്ങളിലൂടെ, സംഘടനകളിലൂടെ രൂക്ഷമായ പരസ്പര പോരിലേക്ക് എത്തിയത്, അത് അവസാനം വമ്പിച്ച രക്തച്ചൊരിച്ചിലും എത്തി എന്നതിന് മനുഷ്യചരിത്രം സാക്ഷിയാണ്. ഇത്തരം ആളുകളുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കിയിരിക്കുകയല്ല, കൃത്യമായ വിധി നൽകും. അന്ത്യനാളിൽ ഇവർക്ക് അർഹിച്ചതെന്തോ അത് അള്ളാഹു കൊടുക്കുമെന്ന് പറഞ്ഞാണ് ഈ സൂക്തം അവസാനിപ്പിക്കുന്നത്. അള്ളാഹു വേദം നൽകിയതാരോ അവരെല്ലാം ആ വേദത്തെ ശരിയാവിധം വഹിക്കുന്നവരാകണം. നമ്മുടെ മുന്നിലുള്ളത് വിശുദ്ധ ഖുർആനാണ്, അവർക്കുണ്ടായിരുന്നത് തൗറാത്താണ്. ആ തൗറാത്തിനോട് അവർ നീതി കാണിച്ചില്ല, ആ തൗറാത്തിനെ അവർ ജീവിതത്തിൽ പകർത്തിയില്ല, ആ തൗറാത്തിനെ അവരവരുടെ വഴികാട്ടിയായി സ്വീകരിച്ചില്ല, മറിച്ച് തന്നിഷ്ടങ്ങളുടെ പിറകെ അവർ പാഞ്ഞു. നമ്മുടെ മുന്നിൽ വിശുദ്ധ ഖുർആൻ എന്ന മഹാത്ഭുതമുണ്ട്. ആ ഖുർആനെ ജീവിത വഴിയായി നാം സ്വീകരിക്കുകയും എന്താണോ ഇസ്രയേലികൾക്ക് പറ്റിയ അബദ്ധങ്ങൾ, അവർ വേദഗ്രന്ഥത്തോടും സത്യദീനിനോടും എന്തെല്ലാം ശരികാടാണോ ചെയ്തത്, അതൊന്നും നമ്മുടെ ഭാഗത്ത് നിന്ന് ഇല്ലാതിരിക്കുകയും വേണം. എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിഗണിക്കുകയും നമ്മെ ആദരിക്കുകയും അവൻ്റെ വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ അനുയായികളെന്ന നിലക്ക് നമുക്ക് ശ്രേഷ്ഠത നൽകുകയും ചെയ്യും. നമുക്ക് ഇസ്സത്തുണ്ടാവാൻ ഒരു വഴിയേ ഉള്ളൂ, അത് വിശുദ്ധ ഖുർആനിലേക്ക് തിരിയുക എന്നതാണ്, ദീനിനെ ഉൾക്കൊള്ളുക എന്നതാണ്. ദീനിനെ ശരിയാം വിധം വഹിച്ച കാലത്താണ് ഇസ്രയേലികൾക്ക് അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞത്. നമ്മളും ആ ദീനിനെ ശരിയാം വിധം ഉൾക്കൊണ്ടാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിൽ ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ പരിശുദ്ധ ദീനിനെ ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ്റെ അനുയായികളായി മാറാൻ നമ്മയെല്ലാം സഹായിക്കുമാറാവട്ടെ.